ഗൂഢാലോചന, സംഘം ചേർന്ന വധശ്രമം, ഭീഷണി, വെല്ലുവിളി, IPC 120B, IPC 506, അതുപോലെ തന്നെ വധശ്രമം, IPC 307, 308, സംഘം ചേർന്ന് വരികയും മാരകായുധങ്ങൾ ഉൾപ്പെടെ കൈവശം വെക്കുകയും. ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. കുറച്ച് ദിവസങ്ങളായിട്ട് കുറച്ചധികം ആൾക്കാർ അയച്ചു തന്ന ഒരു മാറ്ററാണ് അയ്യപ്പസ്വാമിയുടെ മാറ്റർ. ശബരിമലയിൽ ഒരു കൊച്ചു കുട്ടിയെ കൊണ്ടുപോവുകയും, വയ്യാത്ത കൊച്ചുകുട്ടിയെ കൊണ്ടുപോവുകയും അവിടെ വെച്ച് കുട്ടി മരണപ്പെടുകയുണ്ടായി. അതിനെ തുടർന്ന് വളരെയധികം വാദപ്രതിവാദങ്ങൾ, വളരെയധികം ചർച്ചകളൊക്കെ ഉണ്ടായി. ടു ബി വെരി ഓണസ്റ്റ്, ആ കുട്ടിയെ വയ്യാതിരുന്ന സമയത്ത് അവിടെ കൊണ്ടുപോകേണ്ടിയിരുന്നില്ല, മല കയറ്റേണ്ടിയിരുന്നില്ല എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. അത് ശബരിമലയിലല്ല, വേളാങ്കണ്ണിയിലാണെങ്കിലും എവിടെ ആണെങ്കിലും. കാരണം ആരോഗ്യസ്ഥിതി മോശമായ ഒരാളെ അവിടെ കൊണ്ടുപോയത് ശരിയല്ല എന്ന് തന്നെയാണ് ഞാൻ പറയുന്നത്. അന്ധമായ വിശ്വാസം ഒരിക്കലും നല്ലതല്ല. ചികിത്സ കിട്ടേണ്ട സമയത്ത് ചികിത്സ തന്നെ കിട്ടണം. ഇനി ഈ വിഷയത്തിൽ പ്രതികരിച്ച ഒരു സ്ത്രീയുടെ വീഡിയോ ആണ് എനിക്ക് ഏറ്റവും കൂടുതൽ ആൾക്കാർ അയച്ചു തന്നത്. അത് മറ്റാരുമല്ല, നമ്മുടെ ഈ പറയുന്ന ഈ ആഴ്ചകളിലുടനീളം നമ്മൾ സംസാരിച്ച തെരുത്താത്ത എന്ന് പറയുന്ന സ്ത്രീയുടെ. സോ ഈ തെരുത്താത്ത ഈ വിഷയത്തെ എടുത്ത് വളച്ച് അങ്ങ് ഓടിച്ചു. അത് മറ്റൊന്നുമല്ല, ഇവിടെ അവർ അവഹേളിച്ചിരിക്കുന്നത് ഒരു വലിയ വിഭാഗം അയ്യപ്പസ്വാമിയെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരെ പർപ്പസ്ഫുള്ളി അവഹേളിക്കുന്നതാക്കി മാറ്റിയ ആ വീഡിയോ, ആ ഒരു സംഭവം. അവരിവിടെ പറയുന്നത് അയ്യപ്പസ്വാമിക്കെതിരെ കേസ് കൊടുക്കണം. എന്തുകൊണ്ട് അയ്യപ്പസ്വാമി രക്ഷിച്ചില്ല? വേളാങ്കണ്ണിയിലും മക്കയിലും പോകുന്നവർ എത്ര പേരാണ് മരണപ്പെടുന്നത്? അതുപോലെ തന്നെ ശബരിമല ഇനി മുമ്പ് ഇത്തരം വിഷയങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതിനൊക്കെ ദൈവങ്ങൾ ഇറങ്ങി വന്ന് രക്ഷിക്കുമായിരുന്നെങ്കിൽ എന്ത് നല്ലതായിരുന്നു. സോ യുക്തിവാദികൾക്ക് ഇത്തരം കാര്യങ്ങൾ പറഞ്ഞ് വാദിക്കാം. യുക്തിവാദത്തിനും ഞാൻ എതിരല്ല, അത് അവരുടെ സ്വാതന്ത്ര്യമാണ്. നമ്മുടെ കേരളം പോലുള്ള അല്ലെങ്കിൽ ഇന്ത്യ പോലുള്ള സ്ഥലത്ത് മതേതര രാജ്യമാണ്. യുക്തിവാദികൾക്കും അവിടെ സ്പേസ് ഉണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള സംഭവങ്ങൾ ഇഷ്ടപ്പെടാം, ഇഷ്ടമുള്ളവരെ ആരാധിക്കാം, ആരാധിക്കാതിരിക്കാം, എന്തും ചെയ്യാം. പക്ഷേ ഒരു വലിയ വിഭാഗം വിശ്വസിക്കുന്ന അയ്യപ്പസ്വാമിയെ പോലുള്ള ഒരാളെ ഇത്രമാത്രം അവഹേളിക്കുന്നു. അയ്യപ്പൻ ട്രാൻസ്ജെൻഡർ എന്ന് പറയുന്നു, ട്രാൻസ്ജെൻഡേഴ്സിന്റെ ദൈവം എന്ന് പറയുന്നു. രണ്ട് പുരുഷന്മാർ തമ്മിൽ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടപ്പോൾ ഉണ്ടായ ആളാണെന്ന് പറഞ്ഞ് അയ്യപ്പനെ അവഹേളിക്കുന്നു. ഇതൊന്നും ഇവിടെ ആരും കാണുന്നില്ലേ? ഈ സ്ത്രീ എന്തുമാത്രം മോശമായ പരാമർശങ്ങളാണ് നമ്മുടെ സമൂഹത്തിലോട്ട് അയച്ചുവിടുന്നത് ഇവരുടെ ഈ വൃത്തികെട്ട വാവുണ്ട്. ഇതൊന്നും എത്തേണ്ടടുത്ത് എത്തുന്നില്ല, അതാണ് വാസ്തവം. അത് എത്തിക്കാൻ തന്നെയാണ് നമ്മുടെ ശ്രമം. ഇത്രയും മത ധ്രുവീകരണം നടത്തുന്ന, ഇത്രയും മ്ലേച്ഛമായ പരാമർശങ്ങൾ നടത്തുന്ന മറ്റാരാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലുള്ളത്? ഇവർ ഇതിനു മുമ്പും ഇതേ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. മുഹമ്മദ് നബിയെ അവഹേളിച്ചിട്ടുണ്ട്. മുഹമ്മദ് നബിയെ പെണ്ണുപിടിയെന്ന് ആരോപിച്ച പെണ്ണുമ്പിള്ളയാണ് ഇവർ. അതിനെക്കുറിച്ച് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് പറഞ്ഞിട്ടുണ്ട്. ഇവിടെ ഇവരെ എന്റർടൈൻ ചെയ്തത് മറ്റാരുമല്ല. അതായത് ഹിന്ദുക്കളെ തെറി പറയുന്ന സമയത്ത് കുറച്ചധികം മുസ്ലിങ്ങൾ അവരെ പോയി സപ്പോർട്ട് ചെയ്തു. അവർക്കത് കേൾക്കാൻ രസം, ഹിന്ദുക്കളെ തെറി പറയുന്നല്ലോ. തിരിച്ചും സംഭവിച്ചു. മുസ്ലിങ്ങളെ അവർ തെറി പറഞ്ഞതിന് ശേഷം അന്നേരം കുറച്ചധികം ഹിന്ദുക്കൾ അവരെ പോയി സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. കാരണം അതും കേൾക്കാൻ രസം, പകരത്തിന് പകരമായി. ഇനി നാളെ ഇവർ തെറി പറയുന്നത് ക്രിസ്ത്യാനികളെ ആയിരിക്കാം. അന്നേരം ഇവളെ സപ്പോർട്ട് ചെയ്യുന്ന ഈ പറയുന്ന വിദേശത്തുനിന്ന് ഫണ്ട് കൊടുക്കുന്ന ഓസ്ട്രേലിയക്കാരിയൊക്കെ നാണമില്ലേടി നിനക്ക്? മാതാവിൻ്റെ ഫോട്ടോ വെച്ച് അവൾ പൂജിച്ചുകൊണ്ടിരിക്കുക. നാളെ ഈ മാതാവിനെ ഇവൾ തെറി പറയുമ്പം നീ എന്തോ ചെയ്യും? നീ അതിനും പോയി സപ്പോർട്ട് ചെയ്ത് കൊടുക്കുമോ? ഇപ്പോൾ ഇവൾ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നാളെ മാതാവിനെ യേശുക്രിസ്തുവിനെ തെറി പറയുമ്പം ഈ സപ്പോർട്ട് ചെയ്യുന്ന ഈ ക്രിസ്ത്യാനികൾ അവിടെ പോകും. അയ്യപ്പൻ എന്ന് പറയുന്ന ഒരു വലിയൊരു വിഭാഗത്തിന്റെ ഒരു വികാരത്തെ ഇത്രയും മോശമായി അവഹേളിച്ചപ്പോൾ അവിടെ കൊണ്ടുപോയി അടിപൊളി എന്ന് പറഞ്ഞ് കമന്റ് ഇടുന്ന ഇത്തരം നാറികളെ നമ്മുടെ സമൂഹത്തിൽ വെച്ച് ഉറപ്പിക്കേണ്ട ആവശ്യമുണ്ടോ? ഇത് കണക്കുള്ള സ്ത്രീകളെയാണോ നമ്മുടെ സമൂഹത്തിന് ആവശ്യം? ഇവരെന്ത് നന്മയാണ് നമ്മുടെ സമൂഹത്തിലോട്ട് ഇട്ട് കൊടുക്കുന്നത്? ഇവർ അയ്യപ്പനെ ആരാധിക്കേണ്ട, ശബരിമലയെ പോണ്ട. ഈ കൊച്ചുകുട്ടിയെ ശബരിമലയെ കൊണ്ടുപോയതിൽ വിമർശിക്കാൻ എല്ലാം ചെയ്യാം. പക്ഷെ എന്ന് കരുതി ഇത്രയും വലിയ ആൾക്കാർ ആരാധിക്കുന്ന വലിയൊരു ജനതയുടെ വികാരത്തെ അവഹേളിക്കുന്ന, അല്ലെങ്കിൽ മുഹമ്മദ് നബിയെ അവഹേളിക്കുന്ന, ഇവർക്ക് പറയാനുള്ളത് ഇവർ പറയട്ടെ. പക്ഷെ ഇത്രയും മോശമായ രീതിയിൽ, ഇത്രയും അധപ്പതിച്ച ലാംഗ്വേജിൽ അവഹേളിക്കുന്ന ഈ ഒരു സ്ത്രീയെ ഇങ്ങനെ നമ്മൾ പാലൂട്ടി വളർത്തേണ്ട ആവശ്യമുണ്ടോ എന്നാണ് ഞാൻ ചോദിക്കുന്നത്. സോ ഞാൻ വീണ്ടും പറയുന്നു, ഇവരുടെ ഇത്തരം ലീലകൾ, ഇത്തരം അതിക്രമങ്ങൾ 10 വ്യൂവേഴ്സിനെ കിട്ടാൻ വേണ്ടി, അല്ലെങ്കിൽ എത്തിസ്റ്റിനെ സന്തോഷിപ്പിക്കാൻ വേണ്ടി ഇവർ കാണിക്കുന്ന പരാക്രമങ്ങൾ എത്തേണ്ടടുത്ത് എത്തിച്ചിരിക്കുക തന്നെ ചെയ്യും. സംശയമില്ലാത്ത കാര്യമാണ്. ഞാൻ ഇവരുമായിട്ട് ഒരു രീതിയിലും കൊമ്പ് തീർക്കാൻ പോയ വ്യക്തിയല്ല. ഇവർ വല്ല എംബോക്കികളുടെ നിന്നും പൈസ മേടിച്ചുകൊണ്ട് എനിക്കെതിരെ നിരന്തരമായി വീഡിയോ ഇട്ട് ഞാൻ ഇവരെ തള്ളയ്ക്കോ ഉമ്മയ്ക്കോ ഒന്നും വിളിക്കാൻ പോയില്ല. എൻ്റെ അമ്മയെയും ഭാര്യയെയും വിളിച്ച് അവഹേളിച്ചത്, അവരെ വളരെ മോശമായ രീതിയിൽ വ്യക്തിഹത്യ നടത്തിയത് ഇവരാണ്. അതിനുശേഷം ഇവർ ചെയ്തതെല്ലാം നിങ്ങൾ കണ്ടതാണ്. എന്നിട്ട് ഏറ്റവും ഒടുവിലായി ഈ സ്ത്രീ ചെയ്തിരിക്കുന്നത് എനിക്കെതിരെ FIR കൊടുത്തിരിക്കുന്നു എന്ന് ഇദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കളോടും ഇദ്ദേഹത്തിൻ്റെ ചാനലിലും അവകാശപ്പെട്ടിരിക്കുകയാണ്. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, ചാനലിന് സ്ട്രൈക്ക്, അതുപോലെ തന്നെ പോലീസ് കേസ് കൊടുക്കുന്നത് എനിക്ക് താല്പര്യമുള്ള കേസല്ല. പക്ഷേ എനിക്കെതിരെ വരികയാണെങ്കിൽ തീർച്ചയായും ഞാൻ സ്ട്രൈക്ക് കൊടുക്കില്ല, നിയമപരമായി തന്നെ നീങ്ങും. സോ ഇന്നലെ ഒരുപാട് ആൾക്കാർ എനിക്ക് മെസ്സേജ് ചെയ്ത് ചോദിച്ചാണ്, ജിനുവിനെതിരെ FIR കൊടുത്തിട്ടുണ്ടല്ലോ, എന്താണ് FIR കൈ കിട്ടുന്നത്?
കിട്ടിയെന്ന്. അങ്ങനെ ഒരു FIR എൻ്റെ കയ്യിൽ കിട്ടുകയാണെങ്കിൽ ഉറപ്പായും കൊടുക്കാൻ വേണ്ടിയുള്ള ഒരു FIR എൻ്റെ കയ്യിലും ഞാൻ തയ്യാറാക്കിയിട്ടുണ്ട്. ഇതെൻ്റെ ചേട്ടൻ തന്നെയാണ് ഇതിൻ്റെ വക്കീൽ, കൊട്ടാരക്കര കോടതിയിലെ. ഈ പറയുന്ന സ്ത്രീയെ ഞാൻ കൊട്ടാരക്കരയിലോട്ട് വരുത്തിക്കും. കോട്ടയത്തു നിന്ന് നിന്നെ കൊട്ടാരക്കരയിലോട്ട് വരുത്തിക്കാനുള്ള ശേഷി എനിക്കുണ്ടെന്ന് നീ മനസ്സിലാക്കുക. അതുകൊണ്ട് നീ എന്നെ ഈ ഉമ്മാക്കിയൊന്നും കാണിച്ച് നീ എന്നെ പേടിപ്പിക്കാൻ നിൽക്കല്ലേ. വല്ലവളും വല്ല പരിപാടിയും ചെയ്തിട്ട് ഓസ്ട്രേലിയയിൽ നിന്ന് പൈസ അയക്കുന്നെങ്കിൽ അത് നീ മേടിച്ച് ഞണ്ണിക്കോ. ഇങ്ങോട്ട് നീ എൻ്റെ മേളെ കയറാൻ വരണ്ട. നീ അങ്ങനെ വരുവാണെങ്കിൽ, എൻ്റെ കയ്യിൽ ആ FIR കിട്ടുവാണെങ്കിൽ ഉറപ്പായും ഞാൻ ഇത് സമർപ്പിക്കും. ഇതിൻ്റെ പ്രസക്ത ഭാഗങ്ങൾ ഞാൻ നിങ്ങളെ ഒന്ന് വായിച്ച് കേൾപ്പിക്കാം. പ്രസക്ത ഭാഗങ്ങൾ മാത്രമാണ്. പ്രതി പ്രകോപനമായ രീതിയിൽ കാർ ഓടിച്ച് എൻ്റെ വസതിയുടെ 1 കിലോമീറ്റർ ചുറ്റളവിൽ വരികയും മാരകായുധങ്ങൾ അടക്കം കൈവശം വെക്കുകയും ലൈവിൽ ഫോൺ വിളിച്ച് എന്നെ ഭീഷണിപ്പെടുത്തുകയും ചെയ്തതിന് വ്യക്തമായ തെളിവുകൾ കിട്ടിയിട്ടുണ്ട്. പ്രതിയെ അവരുടെ ആദർശങ്ങൾ എതിർത്തു എന്ന പേരിൽ എന്നെ വ്യക്തിഹത്യ നടത്തിയും കുടുംബപരമായും മാതാവിനെയും ഭാര്യയെയും വ്യക്തിഹത്യ നടത്തുകയും ഈ വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ ഇവർ പ്രചരിപ്പിക്കുകയും ചെയ്തു. ഇതിനു പിന്നിൽ ഈ പ്രതിയെ സാമ്പത്തികമായി സഹായിക്കുന്നു എന്ന് സംശയിക്കുന്ന ഒരു ഓസ്ട്രേലിയൻ യുവതിയെ ഞാൻ 2ാം പ്രതിയായി ചേർക്കാൻ ആഗ്രഹിക്കുന്നു. ഇവർ നടത്തിയ ഗൂഢാലോചനയുടെ ഭാഗമാണ് ഇതെന്ന് സ്ക്രീൻഷോട്ട് അടക്കം അല്ലെങ്കിൽ ഇവരുടെ ചാറ്റിങ്ങുകൾ അടക്കം തെളിവായി എനിക്ക് ലഭിച്ചിട്ടുള്ളതുമാകുന്നു. ആയതിനാൽ സ്വന്തം അഭിപ്രായം പറഞ്ഞു എന്ന പേരിൽ എൻ്റെ കുടുംബാംഗങ്ങളെ വ്യക്തിഹത്യ നടത്തുകയും വ്യക്തമായ ഗൂഢാലോചനയുടെ അടിസ്ഥാനത്തിൽ എൻ്റെ നാട്ടിൽ വന്ന് മാരകായുധങ്ങൾ അടക്കം കൈവശം വെക്കുകയും എന്നെ ഭീഷണിപ്പെടുത്തുകയും ചെയ്തു. ഞാൻ അവരെ നേരിൽ കാണാൻ ചെന്നപ്പോൾ എസ്കേപ്പ് ചെയ്യുകയും ചെയ്ത ഈ പ്രതി ചെയ്തത് സമൂഹ മനസ്സാക്ഷിയെ ഞെട്ടിക്കുന്ന തരത്തിലുള്ള സമീപകാല ക്രൈമുകളെ അനുകരിക്കുന്ന തരത്തിലുള്ള ഒരു ക്രൈമാണെന്ന് ഞാൻ കോടതിയെ ബോധ്യപ്പെടുത്താൻ ആഗ്രഹിക്കുകയാണ്. ആയതിനാൽ ഈ സ്ത്രീക്കെതിരെ ഗൂഢാലോചന, സംഘം ചേർന്ന വധശ്രമം, ഭീഷണി, വെല്ലുവിളി, IPC 120B, IPC 506, അതുപോലെ തന്നെ വധശ്രമം, IPC 307, 308, സംഘം ചേർന്ന് വരികയും മാരകായുധങ്ങൾ ഉൾപ്പെടെ കൈവശം വെക്കുകയും എൻ്റെ ജനനേന്ദ്രിയം മുറിച്ചു കളയുകയെന്നും ലൈവിൽ ആഹ്വാനം ചെയ്തതിന് വ്യക്തമായ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ഞാൻ അവർക്കെതിരെ കൊടുക്കാൻ തയ്യാറാക്കി വെച്ചിരിക്കുന്ന FIR ആണ്. എൻ്റെ കയ്യിൽ FIR കിട്ടിക്കഴിഞ്ഞാൽ 100% ഞാനിത് സമർപ്പിച്ചിരിക്കും. അല്ലാതെ ഈ പറയുന്ന ഈ കിളവിയെ കോടതി കയറ്റി ഇറക്കണമെന്നുള്ള ആഗ്രഹം എനിക്കില്ല. എനിക്കെതിരെ വരികയാണെങ്കിൽ ഉറപ്പായിട്ടും ഞാൻ സമർപ്പിച്ചിരിക്കും. ഇത് അവർക്കെതിരെ മാത്രമല്ല, അവർക്ക് ഈ ഫണ്ട് ചെയ്യുന്നതെന്ന് പറയുന്ന ഈ വ്യക്തി, അതായത് ഓസ്ട്രേലിയയിലുള്ള യുവതിയാണ് ഫണ്ട് ചെയ്യുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അവരുടെ കോട്ടയത്തുള്ള വസതിയുടെ അഡ്രസ്സ് അടക്കം ഞാനിതിൽ പരാമർശിച്ചിട്ടുണ്ട്. അപ്പോൾ അവരെ അടക്കം ഞാൻ പ്രതി ചേർക്കുകയാണ്. കാരണം ബലമായ സംശയമാണ്. ഞാൻ ഇവരുമായിട്ടൊരു വ്യക്തിപരമായ പ്രശ്നങ്ങളൊന്നും ഇല്ലായിരുന്നു, പക്ഷേ ഇതിലേക്ക് എന്നെ കൊണ്ടുവന്നത് ഈ ഓസ്ട്രേലിയക്കാരി സ്ത്രീയാണെന്നാണ് മനസ്സിലാക്കുന്നത്. സോ അവരെയും ഇതിൽ പ്രതി ചേർത്തിട്ടുണ്ട്. അവർ ഇവർക്ക് ഫണ്ട് കൊടുത്തതെന്നുള്ള ട്രാൻസാക്ഷൻ നടന്നതിൻ്റെ വിവരങ്ങൾ ഉറപ്പായും കോടതിയിൽ പ്രൂവ് ചെയ്യേണ്ടിയിരിക്കുന്നു എന്നുള്ളതാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. സോ ഈ ഒരു സ്ത്രീയെ ഇത്രയും മോശമായ രീതിയിൽ ആൾക്കാരെയും അല്ലെങ്കിൽ മതങ്ങളെയും നമ്മുടെ സമൂഹത്തെയും അവഹേളിക്കുന്ന ഈ ഒരു സ്ത്രീ ഏതെങ്കിലും എംബോക്കളുടെ നിന്ന് പൈസയും മേടിച്ചുകൊണ്ട് ഇത്തരം ക്രിമിനൽ ആക്ടിവിറ്റീസ് നടത്തുന്നതിനെതിരെ ശക്തമായി പ്രതികരിക്കാൻ തന്നെയാണ് തീരുമാനം. സോ ഇതാണ് ഏറ്റവും പുതുതായിട്ടുള്ള ഈ വിഷയത്തിൽ അപ്ഡേറ്റുകൾ എനിക്ക് നൽകാനുള്ളത്. അതുപോലെ തന്നെ ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ള കാര്യം കമൻറ്റ് ചെയ്യുക, എസ്പെഷ്യലി അയ്യപ്പസ്വാമിയുടെ കേസിൽ. സോ നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായും കമൻറ്റ് ചെയ്യുക. ഞാനീ പറയുന്നത് ജെന്യുവൻ ആണെന്ന് തോന്നുവാണെങ്കിൽ മാത്രം നിങ്ങൾ എന്നെ സപ്പോർട്ട് ചെയ്താലും സബ്സ്ക്രൈബ് ചെയ്താലും മതി. ജെന്യുവൻ ആണെന്ന് നിങ്ങൾക്ക് തോന്നുവാണെങ്കിൽ ഉറപ്പായും നിങ്ങളുടെ സപ്പോർട്ട് എനിക്ക് ആവശ്യമാണ്. തീർച്ചയായും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോ മറ്റുള്ളവരിലേക്കും ഷെയർ ചെയ്ത് പ്രചരിപ്പിക്കുക. 100% ഗ്യാരണ്ടി ചെയ്യുന്നു. സ്ത്രീയാണെന്നുള്ള ഏറ്റവും വലിയ പ്രിവിലേജ് എടുത്തുകൊണ്ട് നമ്മുടെ നാട്ടിൽ ഇത്തരം ധ്രുവീകരണം നടത്തുന്ന സ്ത്രീകൾക്കെതിരെ ഉറപ്പായും നമ്മൾ അണിചേർന്നിരിക്കും. 100% ഗ്യാരണ്ടി. മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ.